തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. 3 പേരിൽ നിന്ന് ഒറ്റ പേരിലേക്ക് എത്തണം. അതിന് MLA-മാരുടെ പിന്തുണ കൂടുതൽ ആർക്കാണെന്നറിയണം. ഹൈക്കമാൻഡിന്റെ തീരുമാനം വരണം. ഒപ്പം മറ്റു പല ഘടകങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. ആ ഒറ്റ പേരിലേക്ക് എത്താൻ എത്ര സമയം വേണം എന്നത് മാത്രമാണ് ചോദ്യം. വിനീത, ഇനിയിപ്പോൾ ഒബ്സർവർമാരുടെ തീരത്തിൽ പ്രത്യേകിച്ച് നിരീക്ഷകരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ദില്ലിയിൽ നിന്നാണ്. നമ്മൾ നിൽക്കുന്നത് KC വേണുഗോപാലിന്റെ ദില്ലിയിലെ 51 നമ്പർ വസതിയിലാണ്. ഇത് ആലപ്പുഴ MP-യുടെ വസതിയാണ്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രി താമസിക്കുന്ന സാധാരണ ദില്ലിയിൽ കേരള ഹൗസിലെ കൊച്ചി ഹൗസിലെ 1 നമ്പർ റൂമിലാണ്. അങ്ങോട്ട് KC വേണുഗോപാൽ മാറുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്താണെങ്കിലും വലിയ ചർച്ചകളാണ് ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒബ്സർവർമാരെ നിയമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളടക്കം നടക്കും. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് അശോക് ഗെഹ്ലോട്ടോ അല്ലെങ്കിൽ P. ചിദംബരം അടക്കമുള്ള നേതാക്കളെ നിരീക്ഷകരായി സംസ്ഥാനത്തേക്ക് അയക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആ തീരുമാനം ഇന്ന് രാത്രി ഉണ്ടാകും എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ നിരീക്ഷകരായ നേതാക്കൾ നാളെ തന്നെ കേരളത്തിൽ എത്തും. പിന്നീട് MLA-മാർ ഒപ്പം മുതിർന്ന നേതാക്കളൊക്കെ ചർച്ചകൾ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ചർച്ചയ്ക്കൊടുവിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറും. പിന്നെയായിരിക്കും ഇതൊരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ നിലവിൽ 3 പേരുണ്ടെങ്കിൽ പോലും അതിൽ മുൻവിധികളൊന്നും ഹൈക്കമാൻഡില്ല എന്ന് നേതാക്കൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ MLA-മാരുടെ വികാരം, സംസ്ഥാനത്തെ നേതാക്കളുടെ വികാരം ഒക്കെ അറിഞ്ഞ ശേഷം മതി അതൊരു തീരുമാനം എടുക്കുക എന്നാണ് ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട നിരീക്ഷണം. ഇപ്പോൾ 3 നേതാക്കളും, അതിപ്പോൾ രമേശ് ചെന്നിത്തല ആകട്ടെ അല്ലെങ്കിൽ KC വേണുഗോപാൽ ആകട്ടെ, അതോടൊപ്പം തന്നെ VD സതീശനാകട്ടെ, ഈ നേതാക്കളെല്ലാം ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. 3 പേർക്കും ഒരേ പരിഗണന തന്നെയാണ് ഈ ഘട്ടത്തിൽ ദേശീയ നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒബ്സർവർമാർ സംസ്ഥാനത്ത് എത്തിക്കൊണ്ട് ഏത് തരത്തിലായിരിക്കും ചർച്ചകൾ പൂർത്തിയാക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. കാരണം MLA-മാരുടെ പിന്തുണ അടക്കം പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോകാൻ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ താമസമില്ലാതെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ കഴിയും. ഒരുപക്ഷെ നാളെ തന്നെ സംസ്ഥാനത്ത് MLA-മാരുമായി യോഗം ചേരും. അതിന് പിന്നാലെ ബാക്കി നടപടികൾ പൂർത്തിയാക്കി ഇങ്ങോട്ട് ദില്ലിയിലേക്ക് വന്ന റിപ്പോർട്ട് സമർപ്പിക്കുക. അതിന് പിന്നാലെ പ്രഖ്യാപനം ആവശ്യമെങ്കിൽ കേരളത്തിലെ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും നിലവിൽ മറ്റു തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല. എത്രയും വേഗം പ്രശ്നപരിഹാരത്തെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്താനുള്ള നീക്കമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നിൽപ്പുണ്ടാവും. പിന്തുണ അത് എത്ര MLA-മാർ കൈപ്പൊക്കുന്നു ഓരോ നേതാവിനും വേണ്ടി അത് നിർണായകമാണ്. AICC നിരീക്ഷകർ ഉടൻ കേരളത്തിലേക്ക് എത്തുകയും ചെയ്യും. 2 ദിവസത്തിനുള്ളിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തങ്ങളുടെ നേതാവിനെ തെരഞ്ഞെടുക്കും. അതിനു മുൻപ് 3 നേതാക്കളിൽ നിന്ന് ഒറ്റ പേരിലേക്ക് എത്തണം. 3 പേരും ഒരുപോലെ യോഗ്യരാണ്. അതാണ് അതിന്റെ പ്രത്യേകതയും അതിന്റെ സൗന്ദര്യവും. നോബൽ വാരിക്കാരനും റോഷിപാലും ഒക്കെ വിശദാംശങ്ങളുമായി വീണ്ടും ചേരും. ഒപ്പം ലീഗിന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും പിന്തുണ അത് ആർക്ക് അനുകൂലമാകുമെന്നൊരു ചോദ്യമുണ്ട്.